അൺഓതറൈസ്ഡ് ഏജൻസി ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും അവർക്കുണ്ടാകുന്ന റിസ്ക്? അൺഓതറൈസ്ഡ് ആയിട്ട് ഉള്ള ഒരാൾക്ക് ഇതിന്റെ പ്രോസസ്സിന്റെ ഭാഗമാകാൻ കഴിയത്തില്ല. ഓക്കെ. അങ്ങനെ അഥവാ ആവുകയാണെങ്കിൽ തന്നെയും അത് നിയമപരമായിട്ട് അതിന്റെ ഈ പ്രത്യാഘാതങ്ങൾ ഈ ചെയ്തയാൾക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് ഈ വിസ പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ വിസയുടെ പ്രക്രിയയിൽ ഇടപെട്ട് അഭിപ്രായങ്ങൾ പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉപദേശങ്ങൾ കൊടുത്തയാളുടെ നിയമപരമായിട്ടുള്ള ബാധ്യതകൾ വരാം. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. നിയമപരമായിട്ട് തന്നെ തെറ്റായ ഒരു കാര്യമാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ കാൻഡിഡേറ്റിന്റെ റിസ്ക് എന്താണെന്നുള്ളതാണ്. കാൻഡിഡേറ്റിന്റെ റിസ്ക്, കാൻഡിഡേറ്റ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാള് അതേ മാർ ഏജന്റ് അല്ല, അതേ ലോയറും അല്ല. അപ്പൊ അതിന്റെ റിസ്ക് ആ ആപ്ലിക്കേഷന്റെ ഔട്ട്കം എന്ത് തന്നെയായാലും അതിന്റെ പ്രത്യേക ഫ്രോഡലന്റ് ഡോക്യുമെന്റ് ആയാലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിരുന്നാൽ തന്നെയും അതിന്റെ ഇമ്പാക്ട് ആപ്ലിക്കന്റിന്റെ മേലും ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. കാരണം മറ്റേയാൾ ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അങ്ങർക്ക് ആ അൺഓതറൈസ്ഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കെതിരെ നിയമപരമായിട്ട് മറ്റുള്ള തരത്തിൽ നീങ്ങുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഈ ആപ്ലിക്കന്റിന് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അൺഓതറൈസ്ഡ് ആൾക്ക് ഒരിക്കലും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇല്ല, അത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ക്ലയന്റ് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോലെ ആയിരിക്കും അവിടെ ഉണ്ടാകുക. ആപ്ലിക്കേഷന്റെ ഔട്ട്കം എല്ലാം ക്ലയന്റിന് ബാധകമാണ്. ആ ക്ലയന്റിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ക്ലയന്റ് സമർപ്പിച്ചായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഫ്രോഡുലന്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ബാൻ ഉണ്ടാവും. പരമാവധി 10 വർഷം വരെ ഓസ്ട്രേലിയൻ വിസകൾക്ക് അപേക്ഷിക്കുന്നതിനൊക്കെയുള്ള ബാനുകൾ ഏത് തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ്, ഫ്രോഡുലന്റ് ഡോക്യുമെന്റ്സ് ആണ്, എന്ത് തരത്തിലുള്ള ഐഡന്റിറ്റി ഫ്രോഡുലന്റ് ആണോ, മറ്റു തരത്തിലുള്ളതാണോ, അത്തരത്തിലുള്ള അതെല്ലാം ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കി അതിന്റെ ബേസിസിൽ ബാൻ വരാം.